നമസ്കാരം, എൻ്റെ പേര് ബിനു ബേബി. GVHS തൃപ്പൂണിത്തുറയിൽ പ്രിൻസിപ്പാളും വൊക്കേഷൻ ടീച്ചറുമായി വർക്ക് ചെയ്യുന്നു. എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഞാനിന്ന് പഠിപ്പിക്കുന്ന ടോപ്പിക്കാണ് ലൈറ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ്, ലൈറ്റ് സ്പെക്ട്രം. കുട്ടികൾക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് വിശദമായി ടോപ്പിക്കിൻ്റെ കണ്ടന്റുകൾ ഓരോന്ന് പരിശോധിക്കാം. ആദ്യം നേച്ചർ ഓഫ് ലൈറ്റ്. എന്താണ് ലൈറ്റിൻ്റെ സ്വഭാവം? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്താണെന്ന് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. അതിനുശേഷം പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ്. പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റിലെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസായ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. Light is a form of electromagnetic radiation emitted by hot objects like lasers, bulb and etc. പ്രകാശം എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. അത് ചില ഹോട്ട് ബോഡീസിൽ നിന്നാണ് എമിറ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ലേസർ, ബൾബ് എന്നിവ നമ്മൾ ലൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. സൂര്യൻ, ജ്യോതിർഗോളങ്ങൾ എന്നിവ പലതും ലൈറ്റിന്റെ ഉറവിടങ്ങളാണ്. പ്രകാശത്തിന്റെ സഹായത്തോടെയാണ് നമ്മൾ ഒരു വസ്തുവിനെ കാണുകയും കാണാൻ കഴിയുകയും ചെയ്യുന്നത്. പ്രകാശം ഒരു വസ്തുവിൽ ചെന്ന് തട്ടി പ്രതിഫലിക്കുമ്പോഴാണ് നമ്മൾ ആ വസ്തുവിനെ കാണുന്നത്. ലൈറ്റ് എനർജി ഈസ് എ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ദാറ്റ് ക്യാൻ ബി സീൻ ബൈ ഹ്യൂമൻ ഐ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ റേഡിയോ വേവ് തൊട്ട് ഗാമ റേസ് വരെ ഉള്ള ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ വിസിബിൾ ലൈറ്റിൻ്റെ പോർഷൻ മാത്രമേ നമുക്ക് നഗ്ന നേത്രങ്ങളാൽ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. വിസിബിൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ റെഡ് തൊട്ട് വയലറ്റ് വരെയുള്ള റേഞ്ച്. 750 നാനോമീറ്റർ തൊട്ട് 400 നാനോമീറ്റർ വരെയുള്ള പ്രകാശത്തെ മാത്രമേ നമുക്ക് ഈ സ്പെക്ട്രത്തിൽ നിന്ന് നമുക്ക് വിസിബിളായി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. ലൈറ്റ് എന്ന് പറയുന്ന സോഴ്സ് നിർമ്മിച്ചിരിക്കുന്നത് ടൈനി പാക്കറ്റുകൾ ആയ ഫോട്ടോണുകൾ കൊണ്ടാണ്. ലൈറ്റ് കണ്ടെയ്ൻസ് photons which are minute packets of energy. പ്രകാശം നിർമ്മിച്ചിരിക്കുന്നത് വളരെ ചെറിയ കണങ്ങളായ ഫോട്ടോണുകൾ കൊണ്ടാണ്. ലൈറ്റ് ഈസ് എ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, അല്ലെങ്കിൽ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. വേവ് എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് വേവിനകത്തുള്ള കമ്പോണൻറ്റുകൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡുമാണ്. ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഈ പെർപെൻഡിക്കുലർ കോമ്പിനേഷനാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഒരു 3 ഡയമെൻഷൻ പിക്ചറാണ് ഈ കാണുന്നത്. എല്ലായ്പ്പോഴും ലൈറ്റ് ഒരു വേവ് നേച്ചർ കാണിക്കുന്നു. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഒരു ഭാഗമാണ്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തെ വേവ് ലെങ്തിൻ്റെയോ ഫ്രീക്വൻസിയുടെയോ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നു. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം വേവ് ലെങ്തിൻ്റെ അടിസ്ഥാനത്തിൽ റേഡിയോ വേവ്സിൽ തുടങ്ങി വേവ് ലെങ്ത് കുറഞ്ഞ വേവായ ഗാമ റേസിൽ വന്നെത്തി നിൽക്കുന്നു. ഉദാഹരണത്തിന് റേഡിയോ വേവ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് റേഡിയേഷൻ, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ്, എക്സ്റേസ്, ഗാമ റേസ്. ഈ സ്പെക്ട്രത്തിലെ കണ്ണിന് സെൻസേഷൻ ഉണ്ടാക്കുന്ന ടൈപ്പ് പ്രകാശത്തെയാണ് പറയുന്നത് വിസിബിൾ ലൈറ്റ് എന്ന് നമ്മൾ പറയുന്നത്. വിസിബിൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് 700 നാനോമീറ്റർ തൊട്ട് 400 നാനോമീറ്റർ വരെയാണ്.
ഈ പ്രകാശം ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണുകൾ ഒന്നിലധികം ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ ഇലക്ട്രോണുകൾ എമിറ്റ് ചെയ്യുന്ന പ്രകാശമാണിത്. ഈ പ്രകാശം നമുക്ക് കണ്ണുകളിൽ ദൃശ്യമാകുന്നു. വിസിബിൾ ലൈറ്റിലെ വേവ് ലെങ്ത് കൂടിയ വേവാണ് റെഡ് ലൈറ്റ്. റെഡ് ലൈറ്റിന്റെ വേവ് ലെങ്ത് 750 നാനോമീറ്ററും റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റിന്റെ വേവ് ലെങ്ത് 400 മൈക്രോമീറ്ററും ആവുന്നു. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ വിശദമായ ഒരു ടാബുലർ ഫോം ഇതിനകത്ത് കൊടുത്തിരിക്കുന്നു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾക്ക് ആ ചാർട്ട് മുഴുവനായി എഴുതിയെടുക്കാവുന്നതാണ്. ഓരോ വേവിന്റെ വേവ് ലെങ്തും എവിടൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നതും ചാർട്ടിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നതാണ്. How do you see a person or an image? ഒരു വ്യക്തിയെയോ ചിത്രത്തെയോ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? How do you see a person or an image? ഒരു വ്യക്തിയെയോ ചിത്രത്തെയോ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നമുക്ക് പരിചയമുള്ള മനോഹരമായ ചില കാഴ്ചയിലൂടെ പ്രകാശത്തിൻ്റെ ഈ സ്വഭാവത്തെ ആദ്യം നമുക്ക് അറിയാം. ഈ ചിത്രത്തിലൂടെ നമുക്ക് റിഫ്ലക്റ്റഡ് ഇമേജ് എന്താണെന്ന് വളരെ വ്യക്തമായും മനോഹരമായും കാണാൻ കഴിയുന്നതാണ്. ഒരു സ്മൂത്തും ഒപ്പേക്കുമായ സബ്സ്റ്റൻസിൽ വന്നു തട്ടി സെയിം മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രതിഭാസത്തെയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരു വസ്തുവിനെ കാണുന്നത് പ്രകാശം ആ വസ്തുവിൽ വന്നു വീണതിന് ശേഷം റിഫ്ലക്റ്റഡ് ലൈറ്റുകൾ നമ്മുടെ കണ്ണിലെത്തുകയും നമ്മുടെ ബ്രെയിൻ അതിനെ സെൻസ് ചെയ്യുകയും അങ്ങനെയാണ് നമ്മൾ ആ വസ്തുവിനെ കാണുന്നത്. The bouncing back of a light ray into the same medium on the striking of a highly polished surface
such as mirrors, is called reflection of the light. Can you bend a beam of light? നിങ്ങൾക്ക് പ്രകാശകിരണത്തെ വളയ്ക്കാൻ കഴിയുമോ? കഴിയുമെങ്കിൽ അത് എങ്ങനെ? കഴിയുമെങ്കിൽ അത് എങ്ങനെ? കഴിയുമെങ്കിൽ അത് എങ്ങനെ? നമുക്ക് പരിചിതമായ ചില കാഴ്ചകളിലൂടെ പ്രകാശത്തിൻ്റെ ഈ സ്വഭാവം ആദ്യം അറിയാം. എങ്ങനെയാണ് പ്രകാശം വളയുന്നത്? പ്രകാശം എങ്ങനെയാണ് വളയുന്നത്? എങ്ങനെയാണ് പ്രകാശം വളയുന്നത്? പ്രകാശം എങ്ങനെയാണ് വളയുന്നത്? പ്രകാശരശ്മിയുടെ ദിശാവ്യതിയാനം വരുത്തുന്ന പ്രതിഭാസത്തെ റിഫ്രാക്ഷൻ എന്ന് പറയുന്നു. 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 പ്രകാശത്തിൻ്റെ വേഗം ഓരോ പ്രതലത്തിലും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന് വായുവിലൂടെ ഉള്ള പ്രകാശത്തിൻ്റെ വേഗത 3 × 10 m/s ഗ്ലാസ്സിലൂടെയുള്ളത് 2 × 8 m/s. മീഡിയം മാറുമ്പോൾ വേഗത മാറുന്നു. പ്രകാശത്തിൻ്റെ വേഗം ഓരോ പ്രതലത്തിലും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന് വായുവിലൂടെ ഉള്ള പ്രകാശത്തിൻ്റെ വേഗത 3 × 10 m/s ഗ്ലാസ്സിലൂടെയുള്ളത് 2 × 8 m/s. മീഡിയം മാറുമ്പോൾ വേഗത മാറുന്നു. ഈ ചിത്രത്തിൽ നിന്ന് ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും എന്താണെന്ന് മനസ്സിലാക്കാം. വായുവിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പ്രകാശത്തിൻ്റെ വേഗത 3 × 8 m/s ആയിരിക്കും. ഈ കടന്നു വരുന്ന പ്രകാശം ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സായ ഗ്ലാസ്സിലേക്ക് കടക്കുമ്പോൾ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായതുകൊണ്ട് തന്നെ പ്രകാശത്തിൻ്റെ വേഗത കുറയുകയും പ്രകാശം ബെൻഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഈ ചിത്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായി റിഫ്രാക്ഷൻ എന്ന് പറയുന്ന പ്രവർത്തനം എന്താണെന്ന് വളരെ വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. Definition of refraction: change in direction of light when it traveling obliquely from one medium to another, where medium means either glass or water or air. Refraction എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ ട്രാവലിംഗ് ഡയറക്ഷനിലുള്ള വ്യതിയാനത്തെ ആണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. റിഫ്രാക്ഷൻ മീഡിയത്തെ ആശ്രയിച്ചിരിക്കും.
മീഡിയം ഇവിടെ ഗ്ലാസ് ആവാം, വായു ആവാം, വെള്ളമാവാം.